Depression. Don't like it. I avoid. But depression likes me. ഇങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു വലിയ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ഇവിടുത്തെ ഒട്ടുമിക്ക പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഡിപ്രഷനെ കുറിച്ച് ആൻഡ്രൂ ടേറ്റ് എന്താണ് പറഞ്ഞത് നോക്കാം. I don't believe in depression. The idea of clinical depression as a disease I reject absolutely and I do not believe in. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ അതോ ഇല്ലേ, അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഒരു സൈഡിൽ നടന്മാര് പോലും ഇത്രയും പൈസ ഉണ്ടായിട്ട് പോലും അവർ ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ ആ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? I experienced anxiety and depression in 2014. It sort of felt weird because it's something that I'd never ever felt before. Why don't we talk about how my mind is feeling? I'm not feeling well today. ഡിപ്രഷൻ എന്നൊരു സാധനം ഉണ്ടോ അതോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാത്തത് എന്ന് മനസ്സിലാക്കും. വിഷമം ഡിപ്രഷൻ അല്ല. ഇപ്പം സ്കൂളിൽ ഒരു പയ്യൻ ഹോംവർക്ക് ചെയ്തില്ലെന്ന് വെച്ചിട്ട് അവന് ടീച്ചർ അടിച്ച് അവൻ വീട്ടിൽ വന്ന ശേഷം അവന്റെ വാട്സാപ്പ് സ്റ്റോറി മാറ്റിയിട്ട് ഒരു സാഡ്നെസ് സ്റ്റോറി ഇട്ട് അത് ഡിപ്രഷൻ അല്ല. സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ 7 പേരിൽ ഒരാളെങ്കിലും ഡിപ്രഷനിലായിരിക്കും എന്നാണ്. ഇതിന്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഡിപ്രഷനിലായിട്ടുള്ളവരിൽ 40% പേർക്ക് അവർ ഡിപ്രഷനിലാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഡിപ്രഷനിൽ മെയിനായിട്ട് 3 ബ്രെയിൻ പാർട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. Orbitofrontal cortex, 2 insular, 3 dorsolateral prefrontal cortex. ഒന്നാമത്തെ പാർട്ടായ OBC നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. എനിക്ക് ഇന്ന് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ആ പെൺകൊച്ചിനെ ഇഷ്ടമായി, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ എന്തോന്നടെ ഈ മാനേജർ കാണിക്കുന്നത് മനസ്സിലായില്ല. 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. എന്നൊക്കെയുള്ള ഈ തോട്ട് കൺട്രോൾ സംഭവിക്കുന്നത് ഈ OBCയിലാണ്. ഇപ്പൊ രണ്ടാമത്താണ് ഈ ഇൻസുലയുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടിവേഷൻ കൺട്രോൾ ആണ്. എനിക്ക് തിരിച്ചു വരണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പെൺകൊച്ചിനെ ഇഷ്ടമായി, പക്ഷെ നമുക്ക് ആ കൊച്ചിനെ പോയി അപ്രോച്ച് ചെയ്യാനുള്ള മോട്ടിവേഷൻ തരുന്നത് ഈ ഇൻസുലയാണ്. ഇപ്പൊ നമുക്കൊരു ജോലി ഇഷ്ടമല്ല എന്നുള്ള തോട്ട് വരുന്നത് OBCയിൽ നിന്നാണെങ്കിലും ആ ജോലി പോയി കളയാനുള്ള മോട്ടിവേഷൻ തരുന്നത് ഇൻസുലയാണ്. അടുത്താണ് DLPCയുടെ ജോലി എന്ന് വെച്ചാൽ ആക്ഷൻ കൺട്രോൾ ആണ്. ഞാൻ അതൊന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. OBCയിൽ നമുക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നു, ഇപ്പൊ നമുക്ക് ഒരു പെൺകൊച്ചിനെ ഇഷ്ടമാണ്. അടുത്ത ബ്രെയിനിന്റെ രണ്ടാമത്തെ പാർട്ടായ ഇൻസുലയിൽ നമുക്ക് അതിനുള്ള മോട്ടിവേഷൻ തരും. ആ കൊച്ചിൻ്റെ അടുത്ത് നമുക്ക് പോയി അപ്രോച്ച് ചെയ്യാനുള്ള മോട്ടിവേഷൻ തരുന്നത് ഇൻസുലയാണ്. നമ്മൾ ആ പെൺകൊച്ചിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യുന്നത് DLPC ആണ്. ഇപ്പൊ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ജോലി ആ ജോലി ഇഷ്ടമല്ല എന്നുള്ള ഫീലിങ്സ് തരുന്നത് OBCയിൽ നിന്നും, ഈ ജോലി കളഞ്ഞിട്ട് പോകണം എന്ന് നമുക്ക് മോട്ടിവേഷൻ തരുന്നത് ഇൻസുലയും, അത് ചെയ്യുന്ന ആക്ഷനെ സഹായിക്കുന്നത് DLPC ആണ്. ഇപ്പം ഫീലിങ്സും ആക്ഷനും തോട്ടും ഇത് 3ഉം തമ്മിൽ സിങ്കില്ലാതെ വരാൻ നേരത്ത് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും. 3 പാർട്ടും തമ്മിൽ സിങ്കില്ലാതെ വരാൻ നേരത്ത് നമ്മുടെ ഇൻസുലയും DLPCയും ചുരുങ്ങും. ഇപ്പൊ നമുക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്നത് ഇൻസുലയും, നമുക്ക് അതിനുവേണ്ടി ആക്ഷൻ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് DLPCയും. അപ്പൊ ഇത് രണ്ടും ചുരുങ്ങാൻ നേരത്ത് നമുക്ക് ഫീലിങ്സ് മാത്രമേ കാണുള്ളൂ, നമുക്ക് മോട്ടിവേഷൻ കാണൂല, ആക്ഷൻ കാണൂല. ഇങ്ങനെ ഈ 3 ഫീച്ചർ സിംഗില്ലാണ്ട് വരുമ്പോൾ ബോഡിയിൽ സൈറ്റോക്കിന് സെൽസ് ഉണ്ടാവും. അത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനെയൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള സെൽസ് ആണ്. ഇതിനെയാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് ആണ് നമുക്ക് സന്തോഷമൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല, നമ്മൾ ട്രൈ ചെയ്യാണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ആവും, നമ്മുടെ വെയിറ്റ് ഗെയിൻ ആവും, ചിലപ്പോൾ ഉറക്കം വരില്ല, ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് കിടന്ന് ഉറങ്ങും, ബോഡി സ്ലോ ആയിട്ട് നമ്മൾ ഒരു അഡിക്ഷനിലോട്ട് പോകും. ലാസ്റ്റ് ആയിട്ട് ഈ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ 3 ബ്രെയിൻ ഫംഗ്ഷനും നമ്മൾ സിങ്കിലോട്ട് കൊണ്ടുവരണം. ഇത് സിങ്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ മാത്രം നമ്മൾ വയ്ക്കുക. ആ ടാസ്കുകൾ ചെറിയ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് അത് നമ്മൾ ചെയ്യാൻ നോക്കുക. രണ്ടാമത്താണ് വർക്കൗട്ട്. മൂന്നാമത് ഈ പ്രശ്നം നമുക്ക് ആർക്കെങ്കിലും സംസാരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോടായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഡിപ്രഷനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. സോ ബൈ ഗൈസ്.